നമസ്കാരം. 15,000 കോടി രൂപയിലധികം ആസ്തിയുള്ള മലയാളി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മാനേജർ, താരിഫ് കൂട്ടലുമൊക്കെയായി ട്രംപ് ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം നടത്തുമ്പോൾ വിശാഖപട്ടണത്ത് 1.32 ലക്ഷം കോടി രൂപയുടെ ഗൂഗിൾ പദ്ധതിയുടെ തല. കോട്ടയം സ്വദേശിയായ തോമസ് കുര്യൻ എന്ന മലയാളി ഇന്ന് ബിസിനസ് മാധ്യമങ്ങളുടെ തലക്കെട്ട് ആകർഷിക്കുകയാണ്. AI രംഗത്തെ പുതിയ കണ്ടെത്തലുകൾക്കായി വിശാഖപട്ടണത്ത് ഗൂഗിൾ നടപ്പാക്കുന്ന പദ്ധതിക്ക് പിന്നിൽ മലയാളിയായ തോമസ് കുര്യൻ്റെ ആശയമാണെന്ന് ഇക്കണോമിക് ടൈംസും ബിസിനസ് സ്റ്റാൻഡേർഡും എഴുതുന്നു. US പുറത്ത് ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളുടെ ലിസ്റ്റിലും അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ച അഭിമാനമാണ് തോമസ് കുര്യൻ എന്ന പേര്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ ജോർജ് കുര്യൻ്റെ പേരും ഇതോടൊപ്പം ചേർത്ത് വെക്കണം. അമേരിക്കയിലെ 2 പ്രമുഖ ക്ലൗഡ് കമ്പനികളുടെ CEO ഇരട്ട സഹോദരങ്ങളായ 2 മലയാളികളാണെന്ന് എത്ര പേർക്കറിയാം? ഗൂഗിൾ ക്ലൗഡ് CEO ആണ് തോമസ് കുര്യൻ. ജോർജ് കുര്യൻ നെറ്റപ്പ് CEOയും. അസാധാരണമായ ഒരു അതിജീവന കഥയാണ് ഇവരുടേത്. ഇന്ന് IT സർക്കിളിൽ കോട്ടയം ബ്രദേഴ്സ് എന്നറിയപ്പെടുകയാണ് ഈ 2 സഹോദരന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ ടെക് സ്ഥാപനങ്ങളുടെ തലവന്മാരായി അവർ ഉയർന്നു വന്നത് കഠിനാധ്വാനത്തിലൂടെയാണ്. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന കുടുംബമായിരുന്നു ഇവരുടേത്. പിതാവ് എഞ്ചിനീയർ ആയിരുന്നു. ബംഗളൂരുവിലെ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് തോമസും ജോർജും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഇരുവരും മികച്ച വിദ്യാർത്ഥികളുമായിരുന്നു. പിന്നാലെ ഇരുവരും മദ്രാസിലെ IITയിൽ ചേർന്നെങ്കിലും പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചതിനാൽ അവിടെ പഠനം തുടരാനായില്ല. കൗമാരത്തിൽ തന്നെ അങ്ങനെ അമേരിക്കയിലേക്ക് സ്കോളർഷിപ്പോടെയായിരുന്നു പഠനം. അവിടെ തോമസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് MBA ചെയ്തു. അമേരിക്കയിലെ അതിജീവനം അവർക്കത്ര എളുപ്പമുള്ളതായിരുന്നില്ല. അക്കാലത്ത് നന്നായി ബുദ്ധിമുട്ടിയാണ് ഈ സഹോദരന്മാർ കടന്നുപോയത്. അമേരിക്കയിൽ കാർ പാർക്കിംഗ് ജോലിയും കഫേകളിൽ വെയിറ്റർ ജോലിയും ഒക്കെ നോക്കിയാണ് പഠനത്തിനുള്ള പണം തോമസ് കുര്യനും സഹോദരനും കണ്ടെത്തിയത്. മെക്കിൻസി ആൻഡ് കമ്പനിയിലാണ് തോമസ് കുര്യൻ പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കുന്നത്. ഇവിടെ 6 വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്തു. CEOമാർക്കൊപ്പം പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് ടീമുകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഫിനാൻഷ്യൽ സർവീസസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം ജോലി ചെയ്തു. 1996 ഒറാക്കിളിലേക്ക് മാറി അവിടെ 22 വർഷം ജോലി ചെയ്തു. അവിടെ അദ്ദേഹം 32 രാജ്യങ്ങളിലായി 35,000 പേരടങ്ങുന്ന സംഘത്തെ നയിച്ചു. ഡേറ്റാബേസ് ബിസിനസ്സിൽ മാത്രം കാര്യമായി ശ്രദ്ധയൂന്നിയിരുന്ന ഒറാക്കിളിനെ മിഡിൽ വെയർ എന്ന ബിസിനസ്സിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇദ്ദേഹമാണ്. കമ്പനിയുടെ സഹസ്ഥാപകനായ ലാറി എൽസിനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് കുര്യൻ ഒറാക്കിൾ വിട്ടത്. 2018 ഇത്. അധികം വൈകാതെ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിൻ്റെ തലവനായി. ഇരട്ട സഹോദരനായ ജോർജ് കുര്യൻ സിസ്കോ സിസ്റ്റംസ് ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് പിന്നീട് നെറ്റപ്പ് എന്ന ഗ്ലോബൽ ഡാറ്റ മാനേജ്മെൻറ്റ് കമ്പനിയുടെ CEO ആയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നെറ്റപ്പ് ഹൈബ്രിഡ് ക്ലൗഡ് രംഗത്ത് മുൻനിരയിലെത്തി. 2019 മുതൽ തോമസ് കുര്യൻ ഗൂഗിൾ ക്ലൗഡിൻ്റെ CEO പദം അലങ്കരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒന്നായി ഗോൾഡ് ഹൗസ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ്, എഞ്ചിനീയറിംഗ്, കോർപ്പറേറ്റ് റിലേഷൻ മേഖലകളിൽ അധികായനാണ് തോമസ് കുര്യൻ. ഗൂഗിൾ ക്ലൗഡിനെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഗൂഗിൾ ക്ലൗഡ് ഉപഭോക്തൃ സേവനം വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം തൻ്റെ ബോസ് സുന്ദർ പിച്ചയെ പോലും കടത്തിവെട്ടുന്ന ആസ്തിക്കുടമയാണ് തോമസ് കുര്യൻ. $2.14 ട്രില്യൺ ശേഷിയുള്ള ആൽഫബറ്റ് ഇങ്കിനെ നയിക്കുന്ന സുന്ദർ പിച്ചയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ CEO. 2022 $226 മില്യൺ പിച്ചെ പ്രതിഫലമായി കൈപ്പറ്റിയത്. എന്നാൽ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആസ്തി 10,215 കോടി രൂപയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തോമസ് കുര്യൻ്റെ ആസ്തി 15,000 കോടി രൂപയിലധികമാണ്. വൺ വെൽത്ത് ഹാറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2023 പ്രകാരം രണ്ടാമത്തെ ധനികനായ ഇന്ത്യൻ മാനേജർ തോമസ് കുര്യനാണ്. ഇപ്പോൾ തോമസ് കുര്യൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നതും വിശാഖപട്ടണത്തെ 1.32 ലക്ഷം കോടി രൂപയുടെ ഗൂഗിളിൻ്റെ പദ്ധതിയുടെ സൂത്രധാരൻ എന്ന നിലയ്ക്കാണ്. 5 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക ചുങ്കം ഈടാക്കി ഇന്ത്യയെ നോവിക്കുമ്പോഴാണ് ഇത്രയും വലിയ നിക്ഷേപം ഗൂഗിൾ നടത്തുന്നത്. സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഗ്ലോബലൈസേഷനാണ്. ആഗോളീകരണത്തിൻ്റെയും ഉദാരീകരണത്തിൻ്റെയും വിത്തുകൾ 91 മൻമോഹൻ സിംഗ് വിതച്ചപ്പോൾ അതിനെ രൂക്ഷമായി എതിർത്ത ഇടതുപക്ഷം അടക്കം പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊള്ളയടിക്കാനുള്ള പരിപാടിയാണ് എന്നതായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക. മലയാളികളടക്കമുള്ളവർ അമേരിക്കയിൽ വരെ എത്തി അവിടുത്തുകാരെ പിന്തള്ളി വലിയ നിലയിലെത്തി. ഇപ്പോൾ ഇന്ത്യൻ പ്രതിഭകളോട് മത്സരിക്കാൻ കഴിയാതെ നമ്മുടെ ശിവസേന പണ്ട് മുംബൈയിൽ ഉയർത്തിയതുപോലെയുള്ള മണ്ണിൻ്റെ മക്കൾ വാദമാണ് ട്രംപ് അടക്കം പരോക്ഷമായി ഉയർത്തുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നേരിട്ടിടപെട്ടാണ് തങ്ങളുടെ നാട്ടിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത്. എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും കൊടി പിടിച്ച് പൂട്ടിക്കുന്ന കേരളവും ഇതൊന്ന് കണ്ടുപഠിക്കുന്നത് നല്ലതാണ്.